ഡീപ് ഫോക്കസിലേക്ക് സ്വാഗതം. സോളാർ കമ്മീഷൻ മുഖ്യമന്ത്രിയെ വിസ്തരിക്കുകയാണ്. മുഖ്യമന്ത്രി മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ചോദ്യം ചെയ്യൽ, മൊഴിയെടുക്കൽ ഇനിയും തുടരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ വിഷയമാണ് ഇന്ന് ഡീപ് ഫോക്കസ് ചർച്ചയ്ക്കെടുക്കുന്നത്. CPM നേതാവ് ശ്രീ റിയാസ്, ഒപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ A.A. ഷുക്കൂർ എന്നിവർ ഈ ചർച്ചയിൽ ചേരും. ആദ്യം ഇത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക്. സോളാർ തട്ടിപ്പ് കേസിൽ പൊതു താൽപര്യം മുൻനിർത്തിയുള്ള അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷന്റെ വിമർശനം. പരാതിയിലും മൊഴിയിലും പറഞ്ഞ കാര്യങ്ങൾ മാത്രം പരിശോധിച്ചപ്പോൾ ഉന്നതർക്കുള്ള ബന്ധം അന്വേഷിച്ചില്ലെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. 3 തവണ സരിതാ നായർ തന്നെ കണ്ടിരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മൊഴി നൽകി. മുഖ്യമന്ത്രിയുടെ ക്രോസ് വിസ്താരം തിരുവനന്തപുരം ഗസ്റ്റ് ഹൌസിൽ തുടരുകയാണ്. കമ്മീഷന് മുമ്പിൽ ഹാജരാവുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയാനുള്ളതെല്ലാം സത്യവാങ്മൂലമായി സമർപ്പിച്ചിരുന്നു. സാക്ഷിമൊഴി രേഖപ്പെടുത്തിയ സമയത്ത് കമ്മീഷന്റെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ മറുപടിയും നൽകി. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ ടെനി ജോപ്പൻ, ജിക്കുമോൻ ജേക്കബ്, സലീം രാജ് എന്നിവർക്ക് ജാഗ്രത കുറവുണ്ടായിരുന്നു. ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ 3 പേരെയും പുറത്താക്കി. ദുരിതാശ്വാസ നിധിയിലേക്ക് സരിതാ നായർ പണം നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കമ്മീഷൻ ഇടപെട്ടു. ചെക്ക് നൽകിയതിന്റെ ചിത്രവും സ്വീകരിച്ചതിന്റെ രസീതും തങ്ങളുടെ പക്കലുണ്ടെന്നായിരുന്നു നിലപാട്. ഇതോടെ പണം നൽകിയിട്ടുണ്ടാകാമെന്നും തനിക്കതിനെക്കുറിച്ച് അറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീധരൻ നായരും സരിതയും ഒരുമിച്ച് തന്നെ കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും കമ്മീഷൻ അംഗീകരിച്ചില്ല. സരിതയും ശ്രീധരൻ നായരും ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കണ്ടതായി ADGP ഹേമചന്ദ്രന്റെ റിപ്പോർട്ടുള്ളതായി കമ്മീഷൻ അറിയിച്ചു. പക്ഷേ പറഞ്ഞ നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചുനിന്നു. സരിതാ നായർ 3 തവണ തന്നെ കണ്ടിട്ടുണ്ടാകാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കമ്മീഷന്റെ ക്രോസ് വിസ്താരം രാത്രിയും തുടരും. മീഡിയ 1 തിരുവനന്തപുരം. ശ്രീ A.A. ഷുക്കൂർ, മുഹമ്മദ് റിയാസ് എന്നിവർ ചേരുന്നു ഈ ചർച്ചയിൽ. ശ്രീ ഷുക്കൂർ, മുഖ്യമന്ത്രിയെ ഇപ്പോഴും മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന്. ഇനി ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകന് വരെ മുഖ്യമന്ത്രിയെ ക്രോസ് വിസ്താരം ചെയ്യാനുള്ള അവസരവുമുണ്ട്. എങ്ങനെ കാണുന്നു ഈ കാര്യങ്ങളെ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറയുന്നു സരിതയെ കണ്ടതായി ഓർമ്മയില്ല എന്ന്, അതിന് അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തന്നിട്ടില്ല, അപ്പോൾ പണം നൽകിയതിൻ്റെ രേഖകൾ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ADGP ഹേമചന്ദ്രൻ്റെ മൊഴി കാണിക്കുന്നു. ഈ രീതിയിൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്ന അവസരമൊക്കെ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിക്ക് വഴുതലുകൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി സത്യം തുറന്നു പറഞ്ഞല്ലോ. എല്ലാ കാര്യത്തിലും സത്യവും കാര്യങ്ങളും വളരെ വസ്തുനിഷ്ഠമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കമ്മീഷൻ മുമ്പാകെ പറഞ്ഞിരിക്കുകയാണ്. കമ്മീഷന് ഇത് സംബന്ധിച്ച് ഇനിയും കൂടുതൽ മൊഴി, ക്രോസ് വിസ്താരം, മറ്റന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ്. ആ കമ്മീഷൻ കൈക്കൊള്ളട്ടെ, അത് എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. ഏതായാലും ഈ ഗവൺമെൻറ്റിനോ കേരളത്തിൻ്റെ ഖജനാവിനോ അല്ലെങ്കിൽ പൊതുപ്പണത്തിനോ ഒരു നഷ്ടവും വരുത്താത്ത ഒരു കാര്യമാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത് എന്നുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട്. സത്യസന്ധമായി ആ കാര്യങ്ങൾ സത്യവാങ്മൂലം എഴുതി കൊടുത്തിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. എത്രയോ നാളുകളായി ഈ കാര്യങ്ങൾ പൊതു വിഷയമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ വേണമെന്നും ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ പലർക്കും ഹാജരാകാമെന്നും ഇത്തരം കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അത് നടക്കണം. ജുഡീഷ്യൽ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ ഏത് തരത്തിലാണോ പുറത്തു വരട്ടെ, അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാം. ജനങ്ങൾ അതനുസരിച്ച് പ്രതികരിച്ചുകൊള്ളു. ശ്രീ ഷുക്കൂർ, ഞാൻ മടങ്ങി വരാം. മുഹമ്മദ് റിയാസ്, താങ്കൾ നേരിട്ട് സ്റ്റുഡിയോയിൽ ഉണ്ട്. സാങ്കേതിക തകരാർ മൂലം താങ്കളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. തൽക്കാലം ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാദം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, ഒരു തരത്തിലും പൊതു ഖജനാവിന് നഷ്ടം വരാത്ത ഒരു ഇടപാടായിരുന്നു ഇത്. ഒരു തരത്തിലുള്ള അഴിമതിയും ആ അർത്ഥത്തിൽ നടന്നിട്ടില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി സത്യവാങ്മൂലത്തിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ തരം വിസ്താരത്തിനും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായിക്കൊണ്ട് മുഖ്യമന്ത്രി സോളാർ കമ്മീഷന് മുന്നിൽ ഇരിക്കുന്നു. ഇതിലപ്പുറം എന്ത് സുതാര്യതയാണ് വേണ്ടത് എന്ന ചോദ്യവും അവർ ഉന്നയിക്കും. ഇന്ന് യഥാർത്ഥത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് മണ്ടയാണ്, കറുത്ത തിങ്കളാഴ്ച. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് ഇല്ലാത്ത രീതിയിലേക്ക് ഒരു മുഖ്യമന്ത്രി രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് കീഴിലുള്ള ഒരു കമ്മീഷന് മുമ്പാകെ അദ്ദേഹത്തെ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളെന്നുള്ള നിലക്ക് മൊഴി കൊടുക്കാൻ ഇരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു മുഖ്യമന്ത്രിക്ക് ഈ ഗതി വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ
മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്തരം അന്വേഷണം നേരിടുന്നത് തന്നെ അപഹാസ്യമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പലതും തിരുത്തി പറഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ തീയതി തിരുത്തി പറയുന്നു. രണ്ടാമത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇപ്പൊ ഇവിടെ നേരത്തെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ശ്രീ ഷുക്കൂർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സർക്കാരിന് എന്താണ് നഷ്ടമെന്നാണ്. 500ഓളം വരുന്ന വ്യവസായികളിൽ നിന്നും കോടികൾ തട്ടാൻ സരിതയും കമ്പനിയും ഉപയോഗിച്ചത് സർക്കാരിന്റെ ലെറ്റർ പാഡാണ്. സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന 3 ആളുകളെയാണ്. ഇതുപോലെ ഇതിന്റെ അപ്പുറത്തേക്ക് വേണോ? ഇതിന്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ ഞാൻ ഇനിയും പറഞ്ഞുതരാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായുള്ള സരിതയുടെയും ബിജു രാധാകൃഷ്ണന്റെയും മറ്റുള്ളവരുടെയും അടുപ്പമാണ് ഈ 500ഓളം വരുന്ന വ്യവസായികൾ കോടികൾ നൽകാൻ കാരണം എന്ന് മാത്രമല്ല, ഈ തട്ടിപ്പ് പുറത്തു വന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സർക്കാരിന്റെ പദ്ധതി തന്നെ ഈ തട്ടിപ്പ് സംഘം വിഴുങ്ങുമായിരുന്നില്ലേ? എന്നിട്ടും അല്പം പോലും ലജ്ജയില്ലാതെ ചിലർ ചോദിക്കുകയാണ് സർക്കാർ ഖജനാവിന് എന്താണ് നഷ്ടമെന്നാണ്. ജിക്കുമോനും ജോപ്പനും അതുപോലെ മുഖ്യമന്ത്രിയുടെ മറ്റൊരു സ്റ്റാഫ് അംഗവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. ഇത് എന്റെ അഭിപ്രായമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഈ 3 പേരെയും സ്റ്റാഫിൽ എടുക്കുവാൻ പ്രധാനമായും കാരണമായത് മുഖ്യമന്ത്രിയുമായുള്ള ഏറ്റവും അടുത്ത ബന്ധമാണ്. ഈ 3 പേരും ഈ തട്ടിപ്പിൽ മുഖ്യമന്ത്രി അറിയാതെ ഇടപെടില്ല എന്ന് മനസ്സിലാക്കാൻ PhD ഒന്നും എടുക്കേണ്ടതില്ല, കേവലം 1ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി. ആർക്കും മനസ്സിലാകുന്ന കാരണമാണ്. മലയാളിയുടെ കേവലം ചിന്താശക്തിയെ മുമ്പിൽ കൊഞ്ഞനം കുത്തുന്ന സംസാരം ദയവ് ചെയ്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാർ അവസാനിപ്പിക്കണം. പക്ഷേ ശ്രീ ഷുക്കൂർ, അവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലുമുണ്ട്, സോളാർ തട്ടിപ്പിലെ എല്ലാ കേസുകളും സമഗ്രമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി. അതോടൊപ്പം തന്നെ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആര് തെറ്റ് ചെയ്താലും പുറത്തു വരണം എന്നാണ് തന്റെ നിലപാട്. ഇതാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. അതിന് അദ്ദേഹം ഇരുന്നു കൊടുക്കുകയും ചെയ്യുന്നു. താങ്കൾ പറയുന്ന കറുത്ത ദിനം എന്ന് പറയുന്നതിന്റെ മറുവശം കൂടിയാണിത്. ശ്രീ റിയാസ്, ഇന്ത്യയിൽ നിങ്ങൾ പരിശോധിച്ചാൽ മുഖ്യമന്ത്രി എങ്ങനെ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു കമ്മീഷൻ അദ്ദേഹത്തെ കുറ്റാരോപിതനായി വിളിച്ച് വിസ്താരം നടത്തിയായിട്ട് കാണാൻ സാധിക്കില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി ജനാധിപത്യപരമായി രാജിവെച്ചുകൊണ്ടാണ് ഈ അന്വേഷണത്തെ നേരിടേണ്ടത്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ് നിഷ്പക്ഷമായ അന്വേഷണത്തിന് ഇടപെടുകയാണ്. ഇവരുടെ നിഷ്പക്ഷ അന്വേഷണം എന്താണെന്നൊക്കെ ഇപ്പൊ കണ്ടു. പോലീസിലെ ഉയർന്ന 2 പോലീസ് മേധാവികൾ തന്നെ ഇവരുടെ നിഷ്പക്ഷതയെ കുറിച്ച് പറഞ്ഞു. നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. സർക്കാരിന്റെ ഇടപെടലുകൾ എന്ന് പറഞ്ഞത് പോലീസ് കോൺസ്റ്റബിൾ അല്ല, പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. വിജിലൻസിനെ നോക്കുകുത്തിയാക്കുന്നു എന്ന് പറഞ്ഞ് വിമർശിച്ചത് വഴിപോകുന്ന ആളുകളല്ല, ഹൈക്കോടതിയാണ്. ഹൈക്കോടതി വിമർശിച്ചു. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിനെ കുറിച്ച് ഈ ഓഫീസ് എന്ത് പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് വിമർശിച്ചത് കേരളത്തിലെ ഹൈക്കോടതിയാണ്. അപ്പൊ നീതിപൂർവവും നിഷ്പക്ഷവുമായുള്ള അന്വേഷണമൊക്കെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് നടത്തുമെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലെ ജനങ്ങൾ. ശ്രീ റിയാസ്, ഞാൻ തിരിച്ചെത്താൻ താങ്കളിലേക്ക്. ശ്രീ ഷുക്കൂർ ദയവായി തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം ഡിഫോക്കസ് തുടരുന്നു. ശ്രീ ഷുക്കൂർ, ശ്രീ മുഹമ്മദ് റിയാസ് എന്നിവർ ചേരുന്നു. ശ്രീ ഷുക്കൂർ, മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പല ചോദ്യങ്ങൾക്കും നൽകുന്ന മറുപടികളിൽ ചില വൈരുദ്ധ്യങ്ങൾ നേളിക്കുന്നു. അതോടൊപ്പം തന്നെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുമില്ല. സത്യവാങ്മൂലത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ, അതിൽ സരിതയെ കണ്ടു എന്ന ആരോപണത്തിൽ നേരത്തെ നിയമസഭയിൽ നൽകിയ വിശദീകരണത്തിൽ തെറ്റുപറ്റി എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതിനെക്കുറിച്ച് പണം നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ കമ്മീഷൻ അതിൻ്റെ രേഖകൾ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ സരിതയെ കണ്ടു എന്ന കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് ഈ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളുള്ള മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. എങ്ങനെ ന്യായീകരിക്കപ്പെടും? പ്രസാദെ, ഈ മുഖ്യമന്ത്രി ഈ പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നത് കളവാണെന്നും മാധ്യമപ്രവർത്തകനായ പ്രസാദും കൂടി പറയുകയാണ്. വലിയ സത്യത്തിൽ ഖേദം തോന്നുന്നു. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു, വന്ന പെശക് തിരുത്തുന്നതും തുറന്നു പറഞ്ഞു, പറയേണ്ട കാര്യങ്ങൾ സത്യവാങ്മൂലം കൊടുത്തു. അല്ല, കളവാണെന്നല്ല. ഇപ്പോൾ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമാണല്ലോ, ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിട്ടില്ല എന്ന് തന്നെ പറയുന്നു. അതെ,
ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് തിരുത്താനും തയ്യാറാണെന്ന് പറഞ്ഞത്. കാരണം ചിലപ്പോൾ ഓർമ്മപ്പശ കൊണ്ട് പറഞ്ഞായിരിക്കാം. ഏതായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. അതിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ, സത്യവിരുദ്ധമാണെങ്കിൽ അത് കമ്മീഷൻ നടപടിയെടുക്കാവുന്നതാണ്. വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നത് ഒരു കൊച്ചു. പിന്നെ മുഖ്യമന്ത്രി പലപ്പോഴും സരിത കണ്ടു എന്ന് പറയുന്നത് ഇല്ല, 3 തവണ കണ്ടിട്ടുണ്ട്. അത് എന്താ പിന്നെ മറ്റൊരു കരാറുകാരൻ കൂടിയാണോ അല്ല, വളരെ വ്യക്തമായി സ്പഷ്ടമായി ഇക്കാര്യങ്ങൾ പറയുന്നു മുഖ്യമന്ത്രി. എന്നാൽ ഓർമ്മപ്പിശക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തോ, അദ്ദേഹത്തിനോട് നേരിട്ട് കൊടുത്തോ, അതറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ, കൊടുത്തിട്ടുണ്ടെങ്കിൽ, മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകാമായിരിക്കും. പക്ഷേ എന്തായാലും ഈ പറഞ്ഞതിൽ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. ADGP ഹേമേന്ദ്രൻ പറഞ്ഞതുമായിട്ട് തെറ്റുണ്ട്. പരിശോധിക്കട്ടെ ജുഡീഷ്യൽ കമ്മീഷൻ. ഇത്രയും സുതാര്യമായി ഞാൻ ഒന്ന് പറയട്ടെ, ഇത് ജനാധിപത്യ കേരളം. മറ്റ് പലയിടത്തും ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്? ഒരുപാട് ജുഡീഷ്യൽ കമ്മീഷനുകളെ കണ്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കൊടുക്കുകയാണ്. അത് നാണക്കേടാണെന്നാണ് മറുപക്ഷം പറയുന്നത്. സോളാർ എന്ന് പറയുന്നത് നാട്ടിലെ എന്നെ പറയാൻ അനുവദിക്കണം, പൂർത്തിയാക്കാനും സമ്മതിക്കണം. തീർച്ചയായും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ടോട്ടൽ ഫോർ യു എന്ന് പറഞ്ഞൊരു തട്ടിപ്പുണ്ടായിരുന്നു. ശബരി, ആ ശബരിനാഥിൻ്റെ വേണ്ടപ്പെട്ടവർ അങ്കിൾ കോടിയേരി, അങ്ങനെ വിനീഷ് കോടിയേരി. ഈ തട്ടിപ്പ് എവിടെ പോയി? നാട്ടിലെ ജനങ്ങളുടെ പണം പോയി. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണം എവിടെ വരെ എത്തി? മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകൾ വളരെ ആവേശം കൊള്ളുന്നുണ്ടല്ലോ. എന്ത് അവർക്ക് ഇത് സംബന്ധിച്ച് പറയും? ഞാനത് ന്യായീകരിക്കുകയല്ല, ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതിനകത്തും ഇത്രയും സുതാര്യമായി, ഇത്രയും വലിയ അന്വേഷണം, ഇത്രയും രീതി. എന്താ ബിജു രാധാകൃഷ്ണൻ്റെ പിന്നാലെ തെളിവെടുക്കാൻ വേണ്ടി പോയി, തിരിച്ചു വന്നത് കാലി ചാക്കുമായിട്ടാണ്. അപ്പോൾ എന്തെല്ലാം പറയുന്നു, ഓരോ ദിവസം കള്ളക്കഥകൾ പറയുന്നു. അത് പ്രചരിപ്പിക്കാൻ ഒരു സംഘം, അതിനോടൊപ്പം മറ്റൊരു തരത്തിൽ മാധ്യമ വിചാരണ, ഇതെല്ലാം നടക്കും. ഞാൻ ഒരു തർക്കവും വേണ്ട. ഇതെല്ലാം ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ. ഇത് മാധ്യമ വിചാരണയല്ല ശ്രീ ഷുക്കൂർ, ഇത് മാധ്യമ വിചാരണയല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി സോളാർ കമ്മീഷന് മുന്നിൽ പോയി ഇരുന്നു കൊടുക്കുന്നു. ഇത് മണിക്കൂറുകളോളം അദ്ദേഹം ചോദ്യങ്ങൾക്ക് വിധേയനായി ഇരുന്നു കൊടുക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, അതിൽ തന്നെ ചില വൈരുദ്ധ്യങ്ങൾ കാണുകയും ചില അവ്യക്തതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കള്ളം പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു അവ്യക്തതയില്ല, വൈരുദ്ധ്യങ്ങളില്ല. ചില പെശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൂടി ചെയ്യുന്നു. തിരിച്ചു വരാം ശ്രീ ഷുക്കൂർ, തിരിച്ചു വരാം. ശ്രീ റിയാസ്, താങ്കൾ അതിനെ കറുത്ത ദിനം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സുതാര്യമായി അതിൽ ഒരു വിസ്താരം നടക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ തുറന്ന മനസ്സോടെ അതിനു മുൻപിൽ ഇരുന്നു കൊടുക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകുന്നു. ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ അതിൽ വിശദീകരണം നൽകുന്നു. അതുമാത്രവുമല്ല, അതിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തുറന്ന മനസ്സോടെ തന്നെ ഉണ്ടാകാം എന്ന് സമ്മതിക്കുന്നു. ഇതൊക്കെ പോരെ? ഇത്രയല്ലേ അന്വേഷണം കൊണ്ട് പ്രതിപക്ഷം ചോദിച്ചാൽ ഇതൊക്കെ ധാരാളം. കേരളത്തിലെ മുഖ്യമന്ത്രി തട്ടിപ്പിന് എല്ലാ സൗകര്യം ചെയ്തു എന്നുള്ളതിന് ഇതൊക്കെ പോരെ എന്നുള്ള ധാരാളം എന്നുള്ള അഭിപ്രായം. എല്ലാ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞു എന്നുള്ള അഭിപ്രായം ആർക്കുമില്ല. അപ്പോൾ ഉദാഹരണത്തിന് ബിജു രാധാകൃഷ്ണനെ കണ്ടത് എന്തിന് എന്ന ചോദ്യത്തിന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞ ഉത്തരം എന്താ? ശ്രീ ഷുക്കൂർ ഒന്ന് വിശദീകരിക്കണം. കേരളത്തിൻ്റെ തട്ടിപ്പ് പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ച ബിജു രാധാകൃഷ്ണൻ നേരത്തെ ഒരു കൊലക്കേസിലെ ഉൾപ്പെടെയുള്ള പ്രതിയായ വ്യക്തിയുമായി മുറിയടച്ച് സംസാരിച്ചത് എന്തിന് എന്ന് കമ്മീഷനും കേരളീയ സമൂഹവും ചോദിച്ചതിന് മുഖ്യമന്ത്രി ഇന്നുവരെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായ ഒരു കാര്യമാണ്. വ്യക്തിപരമായ കാര്യമൊന്നുമല്ല, അത് കൃത്യമായൊരു ഉത്തരം വരണം. അപ്പോൾ ഉത്തരം പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, നേരത്തെ ഡൽഹി യാത്രയെപ്പറ്റി നിയമസഭയിൽ പറഞ്ഞത് മുഖ്യമന്ത്രി 2014 ഡിസംബർ 29 ഡൽഹിയിൽ പോയതെന്നാണ്. എന്നാൽ കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രി തിരുത്തി. 29 അല്ല 27 തീയതി എന്ന് തിരുത്തി. എന്തിനാണ് തിരുത്തിയത്? ഇത് ഓർമ്മപ്പെശകാണോ? ഓർമ്മപ്പെശകല്ല. അതിൽ പ്രധാനപ്പെട്ടൊരു തരികിടയുണ്ട്, തട്ടിപ്പുണ്ട്. ആ ദിവസം മുഖ്യമന്ത്രി ഡൽഹിയിൽ സരിതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയായിരുന്നു. നിഷേധിക്കാൻ വേണ്ടിയാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത് 29 തീയതി എന്ന് പറഞ്ഞത്. അല്ലാതെ ഓർമ്മപ്പെശകല്ല മിസ്റ്റർ ഷുക്കൂർ. ഇതൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട്. 27 സരിത ഡൽഹിയിലെത്തിയതിൻ്റെ തെളിവുകൾ കമ്മീഷൻ്റെ മുന്നിലുണ്ട്.
അപ്പോൾ മുഖ്യമന്ത്രി ഓർമ്മപ്പിശകുകാരനല്ല പറഞ്ഞത്. അപ്പോൾ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതിൽ പല തിരുത്തലുകളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരുമായി സരിത ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലീം രാജ്, ഞാൻ നേരത്തെ പറഞ്ഞ ജിക്കുമോൻ, ജോപ്പൻ, സോളാർ തട്ടിപ്പന്വേഷിച്ച് ADM ഹേമചന്ദ്രൻ തുടങ്ങിയ കമ്മീഷൻ നേരത്തെ മൊഴിയെടുത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ശ്രീ ഷുക്കൂർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന വിശാലമായ ജനാധിപത്യം, ഏത് വിശാലമായ ജനാധിപത്യവും സർക്കാരിൻ്റെ ഒരു സഹകരണം നോക്കണം നിങ്ങൾ. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഞാൻ ഇനിയും വെല്ലുവിളിക്കുന്നു, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ അഴിമതി, ഗുരുതരമായ തട്ടിപ്പ് ആരോപണം വന്ന് രാജിവെക്കാതെ ഇങ്ങനെ കമ്മീഷന് മുമ്പാകെ വേർത്ത് കുളിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന അവസ്ഥയുണ്ടോ? ഇങ്ങനെ കേരളത്തിലെ ഓരോ തട്ടിപ്പും മുഖ്യമന്ത്രി രാജിവെക്കാതെ കമ്മീഷൻ തെളിവെടുക്കാൻ തുടങ്ങിയാൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ബാറുകോഴ വരുന്നുണ്ട്. ഇന്നിപ്പോൾ ബാറുകോഴൻ്റെ വിവാദം പുറത്തു വന്നു. ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങാൻ രാജിക്കത്ത് കീശയിലിട്ട് ബാബുവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് ആകെ വഷളായിരിക്കുന്നു. ദയവ് ചെയ്ത് കേരളത്തിൻ്റെ ജനാധിപത്യത്തിനുണ്ടായിരുന്ന ഒരു വിശാലമായ ഒരു മാതൃകാ സ്ഥാനത്ത് നിന്ന് നശിപ്പിക്കരുത് നിങ്ങൾ, ദയവ് ചെയ്ത്. മുഖ്യമന്ത്രി മന്ത്രിമാർ നടത്തിയ തട്ടിപ്പ് കമ്മീഷൻ്റെ ഈ തെളിവെടുപ്പിൽ നിന്നൊക്കെ തന്നെ ജനങ്ങൾ പറയുന്ന ഇതാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ്. ശ്രീ ഷുക്കൂർ, ശ്രീ മുഹമ്മദ് റിയാസ്, ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ദി ഫോക്കസ് തുടരുന്നു. ശ്രീ A. ഷുക്കൂർ, ഇവിടെ ഇത്തരമൊരു സാഹചര്യത്തിൽ റിയാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായ നടക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ മുഖ്യമന്ത്രി ഒരു കമ്മീഷന് മുൻപിൽ ഇങ്ങനെ പോയി ഇരിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. അതുമാത്രമല്ല, നിരന്തരമായ തിരിച്ചടികൾ ഈ സർക്കാരിന് നേരിടേണ്ടി വരുന്നു. ബാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ 2 മന്ത്രിമാർ ഇവിടെ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്നിരിക്കുന്നു. ഇങ്ങനെ തിരിച്ചടികളുടെ മുകളിലേക്ക് വന്നു വീണ മറ്റൊരു തിരിച്ചടി തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ സോളാർ കമ്മീഷന് മുന്നിൽ വിസ്താരത്തിന് വേണ്ടി ഇരുന്നു കൊടുക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ സമ്മതിക്കേണ്ടി വരില്ലേ? അതുമാത്രമല്ല, റിയാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ പല കാര്യങ്ങളും ഓർമ്മപ്പിശക് എന്നതിലപ്പുറം മറച്ചുവെക്കലാണോ എന്ന സംശയം കൂടി അവിടെ ഉയരുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓർമ്മപ്പിശകായി വന്ന കാര്യങ്ങൾ അത് അത്തരത്തിൽ തന്നെ എടുത്തു. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ടത് ഉറച്ചു തന്നെ നിന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്നും കളവോ അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് പറയട്ടെ, ഈ ബിജു രാധാകൃഷ്ണനെ കണ്ടതും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ വന്നത് ബിജു രാധാകൃഷ്ണൻ കാണാൻ വരുന്ന ഘട്ടത്തിൽ കൊലപാതക കേസ് പ്രതിയല്ലായിരുന്നു. പോലീസുകാർ ഓർമ്മപ്പെടുത്തിയിരുന്നില്ല ഇയാളൊരു നിസ്സാരമായി ഭാര്യയെ കൊന്ന കേസ്. മുഹമ്മദ് റിയാസെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ഗവൺമെൻറ്റാണ് നിസ്സാരമായി വകുപ്പുകൾ വെച്ച് ആ കേസ് ഇല്ലാതാക്കി തീർത്തത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെൻറ് നടപടിയെടുത്ത് സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയെ, മകളുടെ അമ്മയെ വിഷം കൊടുത്ത് കൊന്ന ക്രൂരനായ ബിജു രാധാകൃഷ്ണനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ലായിരുന്നു, ഞങ്ങളുടെ ഗവൺമെന്റില്ലായിരുന്നു. അതിനുശേഷം ബിജു രാധാകൃഷ്ണന് കൊടുക്കേണ്ട ശിക്ഷ ഏതെല്ലാം തരത്തിൽ, ഇപ്പോൾ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രതിയാണ് ബിജു രാധാകൃഷ്ണൻ. ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ് ശിക്ഷ വാങ്ങിക്കൊടുത്തത്. അല്ല, ആ ശിക്ഷ അവിടെ നിൽക്കട്ടെ ശ്രീ ഷുക്കൂർ, ആ ശിക്ഷ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ തട്ടിപ്പുകളെല്ലാം ഇവിടെ അരങ്ങേറി. കോടിയേരി ബാലകൃഷ്ണൻ അങ്കിളായിരുന്നു ശ്രീ ഷുക്കൂർ, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും അങ്കിളുമായിരുന്നു. അല്ല, ആ ശിക്ഷ അവിടെ നിൽക്കട്ടെ. അപ്പോ അന്ന് ഈ കേസ് അല്ല, ഞാൻ പറയട്ടെ, ഈ പറയുന്നതിൻ്റെയൊക്കെ ആ പൊരുള് ജനങ്ങൾ കൂടെ മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അന്ന് ഇതെല്ലാം നിസ്സാരമാണ്. ഇതൊന്നും കേസ് നാട്ടിൽ നടക്കുന്ന കൊള്ളയും കൊലയും അഴിമതിയും സാമ്പത്തിക തട്ടിപ്പും ഒന്നും കണ്ടിരുന്നില്ല അന്നത്തെ ഭരണാധികാരികൾ. അല്ല, ഇത് അതുമായി താരതമ്യം ചെയ്യേണ്ട ശ്രീ ഷുക്കൂർ. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആ സോളാർ കമ്മീഷന്റെ മുമ്പാകെ, ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാകെ തൻ്റെ കൃത്യനിർവഹണം നിർവഹിക്കുകയാണ്. അത് മുഖ്യമന്ത്രി ആയി പോയതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു പോവുകയല്ല. പക്ഷേ അതൊരു വലിയ ഗതികേട് തന്നെയാണ് ശ്രീ ഷുക്കൂർ. നിലപാടെടുക്കുകയാണ്, ഒരു ഗതികേടും ഇല്ല. ശരി റിയാസ്, ഇതൊക്കെയാണ് ന്യായീകരണങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ ബിജു രാധാകൃഷ്ണന് എതിരായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ടോട്ടൽ ഫോർ യു പോലുള്ള കാര്യങ്ങളൊക്കെ, അതൊന്നും ഞാൻ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അതിലപ്പുറത്തേക്ക് ഇപ്പോൾ ഇന്നത്തെ വിഷയം മാത്രം നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരിക എന്ന് തന്നെയാണ് ഇപ്പോൾ ചെയ്യാവുന്ന കാര്യം. അത് വെച്ച് നോക്കുമ്പോൾ ശ്രീ ഷുക്കൂറിന്റെ ന്യായീകരണങ്ങൾ എത്രമാത്രം സാർത്ഥകമാണ്?
ഒന്ന് ശ്രീ ഷുക്കൂറിനോട് നന്ദി പറയുകയാണ്. നന്നായി മനസ്സറിഞ്ഞ് ചിരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ വാദം എന്നിൽ സാധിച്ചിട്ടുണ്ട്. ചിരിക്കുക എന്ന് പറഞ്ഞ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറയുന്നത് കേട്ടാത്തൊന്നും ജിക്കു മോനും ജോപ്പനും സലീം രാജും കോടിയേരി ബാലകൃഷ്ണൻ്റെ VSൻ്റെയും ഗവൺമെൻറ് കാലത്തുള്ള സ്റ്റാഫാണെന്ന്. അവരെന്തിനാണ് ഞങ്ങൾ പുറത്താക്കിയത്? പിന്നെ ഈ വിഷയത്തിൽ നിങ്ങൾ എന്തിനാ അവരെ നടപടിയെടുത്തു? നിങ്ങളൊന്ന് വിശദീകരിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. രണ്ടാമത്തെ ചോദ്യം, പ്രധാനമായിട്ട് ഉയർത്താനുള്ളൊരു ചോദ്യം, ബിജു രാധാകൃഷ്ണൻ അപകടകാരിയാണെന്ന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് വിവരം അറിയിച്ചിട്ടും മുഖ്യമന്ത്രി എന്തിന് അദ്ദേഹവുമായി ചർച്ച നടത്തുകയും പല കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു? ഈ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായിട്ട് ഉത്തരം പറയൂ. അത് പറയുന്നതിന് പകരം 1947 കഥയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളിവിടെ ഒരു പ്രധാനമായിട്ടും ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ പുറപ്പെടുവിച്ചല്ലോ. ആ അഫിഡവിറ്റിനകത്ത് പറഞ്ഞതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് ഞാൻ എന്നെ പറയാൻ അനുവദിക്കും. ഈ അഫിഡവിറ്റിനെ എന്നെ പറയാൻ അനുവദിക്കും. ഇതാ നിങ്ങളുടെ പ്രശ്നം. നിങ്ങളെന്തിനെ ഭയപ്പെടുന്നതെന്ന് ഞാനത് പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുമ്പോൾ എന്റെ വാദത്തെ എന്തിനു ഭയപ്പെടുന്നു? ഹൈക്കോടതിയിൽ നിങ്ങൾ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇത് കേവലം വഞ്ചനാ കേസാണെന്ന് പറഞ്ഞു. ഇത് കേവലം വഞ്ചനാ കേസാണോ? ഇതൊരു സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ച തട്ടിപ്പല്ലേ? ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. പിന്നെ എന്തിന് സോളാർ കമ്മീഷനെ നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ഇടപെട്ടു? സോളാർ കമ്മീഷൻ നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ എന്തിന് ഇടപെട്ടു എന്നുള്ള ചോദ്യം, സോളാർ കമ്മീഷന്റെ പ്രവർത്തനത്തെ പരമാവധി തടസ്സപ്പെടുത്താൻ സർക്കാർ ഇടപെട്ടു എന്ന് ജസ്റ്റിസ് ശിവരാജൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. അപ്പോൾ ഈ പണിയൊക്കെ നിങ്ങൾ എടുക്കുന്നു. സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിയെ കസേരയിലിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുന്നു. തോമസ് കുരുവിളയുടെയും ADGP ഹേമചന്ദ്രൻ്റെയും മൊഴികളും ഉമ്മൻചാണ്ടിയുടെ മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യം കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച ഉമ്മൻചാണ്ടി എന്തേ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റാഞ്ഞത്? ഇതിനൊക്കെ ഉത്തരം പറയും. എന്നിട്ട് വെറുതെ പറകിലേക്ക് പോലും. ഇതാണ് ജനം പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഉത്തരം പറഞ്ഞു. നിങ്ങളെ ഭാഗത്ത് ന്യായം എഴുതി കൊടുത്തിട്ടുണ്ട് ശ്രീ ഷുക്കൂർ. അതിലപ്പുറത്തേക്ക് താങ്കൾ പറയുന്നു പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ പറയുന്നു, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുന്നു എന്നതാണ് ഇപ്പോഴും താങ്കളുടെ ന്യായീകരണം അല്ലേ? എല്ലാം സത്യവാങ്മൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സത്യവാങ്മൂലത്തിൽ എഴുതി കൊടുത്ത കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് സോളാർ കമ്മീഷൻ തെളിവ് സഹിതം. അത് വരട്ടെ, ജുഡീഷ്യൽ കമ്മീഷൻ പറയട്ടെ, അത് പറയട്ടെ, അതിന്റെ നടപടിയിലേക്ക് പോകട്ടെ. അതെ, അതിനുള്ള ആത്മാർത്ഥത കാണിച്ചില്ലേ? അപ്പൊ ഈ ജിക്കുമോന്റെ ജോപ്പന്റെ കാര്യത്തിൽ അപ്പോഴും ഈ കേസിനെ വളരെ ലളിതവൽക്കരിച്ച് കാണുന്നു. സർക്കാരിന് ഒരു പങ്കുമില്ല എന്ന രീതിയിൽ ആദ്യം മുതലേ നിങ്ങൾ ഉന്നയിക്കുന്ന വാദം ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി അവിടെ ചെന്നിരിക്കേണ്ടി വരുന്ന സാഹചര്യം. ഈ കേസിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. നാട്ടിലെ ജനങ്ങളെ പലരെയും പറ്റിച്ച കേസാണ്. ഖജനാവിനെ കാലിയാക്കിയ കേസല്ല. ഖജനാവിന്റെ ഒരു സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. അല്ല, ഇല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? സർക്കാർ സംവിധാനം ഇല്ലാതെ അഴിമതി നടത്താം, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആരെങ്കിലും അഴിമതി നടത്തിയാൽ അത് ഞങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് ജനങ്ങളോട് നിങ്ങൾ പറയുമോ? ഖജനാവിന് ഒരു പ്രശ്നമില്ലാതെ സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തി അഴിമതി നടത്തി അംഗീകരിക്കുന്നു പറയുമോ? അദ്ദേഹം പറയട്ടെ. ശ്രീ ഷുക്കൂർ, നിങ്ങളെപ്പോലെ ഞാൻ പറഞ്ഞത് ഈ ലാവ്ലിൻ കേസ് പോലെ പൊതുഖജനാവിന് നഷ്ടം വന്ന ഒരു കേസായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഇത് നാട്ടിൽ ടോട്ടൽ ഫോർ യൂത്ത് തട്ടിപ്പ് നടത്തിയ കാലഘട്ടത്തിലെ ഒരു കേസായിട്ട് കാണാം. അന്ന് ആ കേസ് എങ്ങോട്ട് പോയി? അങ്ങനെയെങ്കിൽ ശ്രീ ഷുക്കൂർ എന്തിന് ഇത്രയധികം പേർക്കെതിരെ നടപടിയെടുത്തു? കോടിയേരി ബാലകൃഷ്ണന്റെ അക്കാലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവർക്കെതിരെ എന്തിന് നടപടിയെടുത്തു? എങ്ങനെ അവർ ഈ കേസിനകത്തേക്ക് വന്നു? കുറ്റവിചാരണ നടത്തി. ശ്രീ ഷുക്കൂർ, എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആകെ ഇന്നും ദുബായ് കേന്ദ്രീകരിച്ച് ശ്രീ ഷുക്കൂർ, എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആകെ ദുബായ് കേന്ദ്രീകരിച്ച് എവിടെയൊക്കെ ഉണ്ട് എന്ന് ആർക്കൊക്കെ അറിയാം? ശ്രീ ഷുക്കൂർ, ഞാൻ ചോദിക്കുന്നത് കേൾക്കൂ. ഞാൻ ഇതിനെ ന്യായീകരിക്കാനുമല്ല. ഇപ്പുറത്തെ ഒരു കാര്യം പറയുമ്പോൾ അപ്പുറത്ത് 100 കാര്യങ്ങൾ എടുത്തിടാൻ പറ്റുമായിരിക്കും. ശ്രീ ഷുക്കൂർ, ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക. അങ്ങനെയല്ല. ചില കാര്യങ്ങൾ വളച്ചൊടിക്കുമ്പോൾ, ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ, പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതിനെ സത്യസന്ധമായി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങൾക്ക് പറയേണ്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിന്റെ നിഴലിലാവുന്നു. അതോടൊപ്പം തന്നെ ആ സ്റ്റാഫിനെതിരെ നടപടി ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ വിസ്താരത്തിന് ഇരുന്നു കൊടുക്കേണ്ടി വരുന്നു. ആ ഇരുന്നു കൊടുക്കുന്നതിൽ കൃത്യമായ മറുപടികൾ ഇല്ലാതെ വരുന്നു. ചിലയിടത്തെങ്കിലും അവിടെ തപ്പലുകൾ വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത് ചർച്ച ചെയ്യണ്ടേ ശ്രീ ഷുക്കൂർ? അയ്യ, ഇത് ശരിയായ വർച്ചലല്ല. അവിടെ നടന്ന കാര്യങ്ങൾ പറയാം. എൻ്റെ പ്രസാദേ, അങ്ങനെയാണോ? തപ്പലുകൾ വരുന്നു,
ഒരു ഓർമ്മ പെശക് വന്നു പോയാലൊന്ന് ഒരു ഡേറ്റ് ഒന്ന് മാറ്റി. ഇതാണ് ആ തപ്പലുകൾ. ഡേറ്റ് മാറ്റിയ ഡേറ്റ് പോയ ഡേറ്റിനെ കുറിച്ച് പറഞ്ഞു. വളരെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സമീപിക്കുന്നത്. മുഖ്യമന്ത്രിയും അതേ തുറന്ന മനസ്സോടുകൂടി സോളാർ കമ്മീഷന് മുന്നിൽ ഇരിക്കുന്നു എന്ന വാദം തന്നെ ഉയർത്തുന്നു. അതിൽ കുറേയൊക്കെ സത്യസന്ധത ഉണ്ടെന്നും പറയേണ്ടി വരും. സത്യസന്ധത ലെവലേശമില്ല. സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം പോലും ഈ ചർച്ചയിൽ ഇങ്ങനെയല്ലേ ഇടപെടുക. ഞാൻ പല ചോദ്യങ്ങളും അക്കമിട്ട് നിരത്തി ചോദിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4 ഒരു ഉത്തരം കൃത്യമായി പറഞ്ഞു. അത് പറയുന്നതിന് പകരം അദ്ദേഹം വേറെ എന്തെല്ലോ കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞ് എത്ര തെരഞ്ഞെടുപ്പുകൾ നടന്നു, എത്ര മഴക്കാലം വന്നു, എന്നിട്ടും അദ്ദേഹം ഇപ്പൊ പറയുന്ന ഈ ചോദ്യം ചർച്ചയിൽ പങ്കെടുത്തതിന് ഡിഫോക്കസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.